ഹായ് ഗൈസ്, നമ്മളെ ഇന്ത്യയിലെ ലുലു മാളിൽ പർച്ചേസ് ചെയ്യുന്ന പല ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് പോയിന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട്, ലുലു ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഈ ഒരു ആപ്പാണ് വരുന്നത്, ലുലു ഹാപ്പിനെസ്. അപ്പോൾ ഇതിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ലുലു മാളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ റീജിയൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യൻ്റെ ഉള്ളിലെ ലുലു മാളുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമ്മളെ ലോഗിൻ ഐ ഡി കാര്യങ്ങളൊക്കെ, നമ്മളെ പേര്, അതുപോലെ തന്നെ ഏതാ ലുലു മാളാണ്, നമ്മളെ ഫോൺ നമ്പറൊക്കെ ചെയ്തിട്ട് നമ്മൾ രജിസ്ട്രേഷൻ സക്സസ് ആയതിന് ശേഷം നമ്മൾ ലുലു മാളിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ കണക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഫാഷനിന്നോ അങ്ങനെ എന്തോ ആയിക്കൊള്ളട്ടെ, അപ്പോൾ നമ്മൾ അവിടുന്ന് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് പോയിൻസുകൾ ആഡ് ആവും. അപ്പോൾ പോയിന്റ്സ് ആഡ് ആവുന്നത് കൂട്ടത്തിൽ തന്നെ അതിന് പുറമെ തന്നെ അവർ പുതിയൊരു അപ്ഡേറ്റും കൊണ്ടുവന്നിട്ടുണ്ട്, ഇ ബില്ല് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് കിട്ടുന്ന നോർമൽ ബില്ലുണ്ട്, വൈറ്റ് കോപ്പി. അപ്പോൾ ഒരു കോപ്പി നമുക്ക് ഫെയ്ഡായി പോവും, ഒരു 4 ദിവസം 5 ദിവസം കൊണ്ട് തന്നെ ഫെയ്ഡായി പോവും. അപ്പോൾ നമുക്ക് വാറണ്ടി പർപ്പസിനൊക്കെ നമുക്ക് ഇ ബിൽ കോപ്പി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു നമ്പർ ചെയ്തുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ ആപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആളുകൾ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇൻസ്റ്റാൾ ചെയ്യുക, ജസ്റ്റ് മൊബൈൽ നമ്പർ, പേര്, ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, ലോഗിൻ ആക്കുക. അപ്പോൾ ലോഗിൻ ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ആപ്പ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ആപ്പ് ഇങ്ങനെ വരും, ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇ ബില്ല് എങ്ങനെ എടുക്കുക നോക്കുകയെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്മൈൽ പോയിന്റ് എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, ഇത്തരം നമ്മൾ വാങ്ങിയിട്ടുള്ള നമ്പർ കൊടുക്കുമ്പോൾ വാങ്ങിയിട്ടുള്ള ഓരോ പോയിന്റ്സുകൾ. അപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറച്ചൊന്ന് താഴോട്ടേക്ക് വരിക, വ്യൂ ആൾ കൊടുക്കുക. വ്യൂ ആൾ കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റും ഇതിൻ്റെ ഇ ബില്ല്, കണ്ടില്ലേ, ഈ ബില്ലുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡിങ് ആയിട്ട് നമ്മൾ ആ ഒരു ഇ ബില്ല് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഇതിലേക്കോ അല്ലെങ്കിൽ മെയിലിലേക്കോ ഒക്കെ നമുക്കിവിടെ സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഡൗൺലോഡ് കൊടുത്താൽ ഒരു ഇ ബില്ല് ഡൗൺലോഡായി. അപ്പോൾ ഈ ഇ ബില്ല് ഡൗൺലോഡ് ആയത് നമുക്കിവിടെ കാണാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഈ ബില്ല് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് വാങ്ങിയത്, കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കൊരു ഇ ബില്ല് സൂക്ഷിച്ച് വെക്കാൻ പറ്റും വാറണ്ടി ആവശ്യത്തിന്. അതുപോലെ തന്നെ നമ്മളെ ബില്ല് മിസ്സായാൽ നമുക്ക് എടുക്കാൻ ഇതിനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ഫീച്ചറാണ് ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.